ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമായ സാംസ്കാരിക അനുഭവങ്ങളിൽ ഒന്നാണ് എന്നാണ്. അരങ്ങാണ് അദ്ദേഹത്തിന് ജീവിതം. അരങ്ങിൽ ജീവിച്ച മനുഷ്യനാണ്, അരങ്ങിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വെള്ളുവനാടിന്റെ നാടകാചാര്യൻ TP ഗോപാലന് പെരിന്തൽമണ്ണയുടെ ആദരം. പെരിന്തൽമണ്ണ നഗരസഭയുടെ KT നാരായണൻ മാസ്റ്റർ ടൗൺ ഹാളിൽ TP അനുസ്മരണവും നാടക പ്രവർത്തകർക്ക് ആദരവും നാടകാവതരണവും നടന്നു. നാടക ഗാലറി, ലോഗോ പ്രകാശനം, ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി. ഒരു കാലഘട്ടത്തിന്റെയാകെ നാടക സങ്കല്പങ്ങളെ അട്ടിമറിച്ച, സ്വയം സൃഷ്ടിച്ച വഴികളിലൂടെ ദീർഘകാലം മലയാള നാടകവേദിയെ നയിച്ച TP ഗോപാലന് ഉചിതമായ ആദരവാണ് ജന്മനാട്ടിൽ ഒരുക്കിയത്. പെരിന്തൽമണ്ണയിലെ TP ഗോപാലൻ സ്മാരക സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. TP ഗോപാലൻ സ്മാരക സമിതിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന K കൃഷ്ണൻകുട്ടി മാസ്റ്റർക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം കോട്ടയ്ക്കൽ മുരളിയും P മനോജ് കുമാറും അവതരിപ്പിച്ച അവതരണ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമായ സാംസ്കാരിക അനുഭവങ്ങളിലൊന്നാണ് ഈ അനുസ്മരണ സദസ്സെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പലപ്പോഴും ചിലപ്പോൾ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ വന്ന്, അതല്ലെങ്കിൽ ഈ നഗരത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരുന്ന കൃഷ്ണൻകുട്ടി മാസ്റ്ററുടെ ഓർമ്മയിലാണ് ഈ യോഗം ആദരമർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നത് എന്നതാണ്. ഇങ്ങനെ ഓർമ്മകളും അനുഭവങ്ങളും ചരിത്രബോധവും ഒക്കെ ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ TPയുടെ ഓർമ്മയ്ക്കായി ഇതുപോലൊരു സംരംഭം തുടക്കം കുറിക്കപ്പെടുന്നു എന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമായ സാംസ്കാരിക അനുഭവങ്ങളിൽ ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. TP സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ S സഞ്ജയ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയായി. നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ്. ലോകത്തിന്റെ മറ്റേത് ഭാഗത്തെ പരിഗണിച്ചാലും അതിലെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന, അതിലെല്ലാം അപ്പുറത്തേക്ക് നമ്മളൊന്ന് എന്ന് ഹൃദയത്തിൽ തൊട്ടു പറയുന്ന മനുഷ്യരുടെ നാടാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തെ കേരളമാക്കുന്നതിൽ, കേരളമാക്കിയവരാണ് നേരത്തെ എനിക്ക് കൈതൊടാനുള്ള പുണ്യമില്ലാതെ ഈ നാടിനെ നയിച്ചിരുന്നവർ. പക്ഷെ ഇന്ന് ഒരുപക്ഷെ ഈ ആയുസ്സിൽ ഏറ്റവും വലിയ ഒരു അതിശയോക്തി, അതിഭാവുകത്വവും അല്ലാതെ ഞാൻ പറയട്ടെ, എനിക്കിപ്പോ നമ്മുടെ ഗോവിന്ദ പ്രസാദ് സാറ് ഇവിടെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് എൻ്റെ ഫോണിൽ കിട്ടി. ഐശ്വര്യയുടെ നവതിയുടെ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോ. ഒരുപക്ഷെ ഈ ആയുസ്സിന്റെ, ഈ ജന്മത്തിന്റെ, ഈ 50 വയസ്സ് വരെയുള്ള ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി ഞാൻ അതിനെ കാണുകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MM നാരായണൻ TP ഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന് കലയായിരുന്നു ജീവിതം. നമ്മൾ സാധാരണ തൊഴിലെടുക്കുന്നത് എന്തിനാണ്? തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ കോളേജിൽ 10-30 കൊല്ലക്കാലം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതം. അവിടെ അല്ല ജീവിതം. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്നാൽ അതുപോലെ അല്ല TPയുടെ ജീവിതം നാടകമാണ്, അരങ്ങ്. അവിടുത്തെ ജീവിതത്തിൽ ഉള്ള വഴി മാത്രമാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം മാത്രമാണ് അദ്ദേഹത്തിന് ഇത് പുറത്തു വരുന്നത്. അപ്പൊ അരങ്ങാണ് അദ്ദേഹത്തിന് ജീവിതം. അരങ്ങിൽ ജീവിച്ച മനുഷ്യനാണ്, അരങ്ങിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. കാരണം അരങ്ങ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത തന്നെയാണ്. അപ്പൊ മറ്റു കലകളൊക്കെ നമുക്ക് പലതരത്തിൽ സൂക്ഷിച്ചു വെക്കാം, ഞാൻ വിശദീകരിക്കുന്നില്ല. പലതരത്തിൽ നമുക്കത് പ്രിസർവ് ചെയ്യാം. അവരുടെ അനശ്വരമായ പ്രതിഭാവിലാസത്തിന്റെ അടയാളങ്ങളായിട്ട് അത് നമുക്ക് പ്രദർശിപ്പിക്കാം, എക്സിബിറ്റ് ചെയ്യാം. എന്നാൽ നടന്റെ കലയോ
നാടകം എന്ന് പറയുന്നത് നടിക്കുന്നതാണെന്ന് മാത്രമല്ല, നടക്കുന്നതോ പ്രസന്റൻസ് ആണ്. അത് പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചറും ഇല്ല. വാട്ട് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ആക്ടർ ആൻഡ് സ്പെക്ടേറ്റർ, നാടകത്തെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം. അരങ്ങും ആക്ടറും പ്രേക്ഷകരും തമ്മിലുള്ള ഒരു പാരസ്പര്യത്താണ് നാടകം. നാടക ഗാലറി ഉദ്ഘാടനം KP രമണനും ലോഗോ പ്രകാശനം ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ V ശശികുമാറും നിർവഹിച്ചു. 23 ആദ്യകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്യുമെന്ററി പ്രകാശനം നിലമ്പൂർ ആയിഷ നിർവഹിച്ചു. അടുത്ത ഒരു വർഷത്തെ പദ്ധതി നിർവഹണം പ്രൊഫസർ P ഗംഗാധരൻ നിർവഹിച്ചു. മണമ്പൂർ രാജൻ ബാബു, ബഷീർ ചുങ്കത്തറ, അസീസ് തുവൂർ, ഡോക്ടർ ഉണ്ണി ആമപ്പാറ, സാജി സോമനാഥ്, P ശ്രീരാമകൃഷ്ണൻ, സജിത് പെരിന്തൽമണ്ണ, P മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. TP ഗോപാലന്റെ സഹധർമ്മിണി കമലാക്ഷിയമ്മ, മക്കളായ സാഗരൻ, സർഗ തുടങ്ങി കുടുംബാംഗങ്ങളും TPയുടെ നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. നിലമ്പൂർ ആയിഷ, PC ദേവകി, C വാസുദേവൻ, പ്രൊഫസർ P ഗംഗാധരൻ, P വിജയലക്ഷ്മി, ഡോക്ടർ V വേണുഗോപാൽ, സജി ഗോവിന്ദൻ, കീഴാറ്റൂർ അനിയൻ, TK വാസു കാറൽമണ്ണ, EM ത്രിവിക്രമൻ, PG നാഥ്, K നാരായണൻ, സരിത ഏലംകുളം, MP ബാലകൃഷ്ണൻ എന്നീ 23 നാടക പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിച്ച അരുൾനാൾ സംവിധാനം ചെയ്ത കൂഹു നാടകവും അരങ്ങേറി. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.